സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ജീവനക്കാർ കീഴടങ്ങി. വിനീത, രാധു എന്നിവരാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ കീഴടങ്ങൽ നടത്തിയിരിക്കുന്നത്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ ജീവനക്കാരികൾ ചേർന്ന് തട്ടിയെടുത്തെന്നാണ് കേസ്. ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ്. സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ജീവനക്കാരികൾ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തതായി ദിയയുടെ പിതാവും നടനുമായ കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. ഇതിന് പിന്നാലെ ദിയയ്ക്കെതിരെ ആരോപണങ്ങളുമായി ജീവനക്കാരികൾ രംഗത്ത് വന്നിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ ആരോപിച്ച് ഇവർ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരികൾ ഒളിവിൽ പോയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിരവധി തവണ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ തയ്യാറായിരുന്നില്ല. പിന്നാലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളിയതോടെയാണ് ഇവർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. കേസിൽ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ.